ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ മുഴുവൻ തച്ചുടച്ച് ആത്യന്തിക വിജയം നേടിയെടുക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂട്ടാളികൾക്കും തിരിച്ചടികളുടെ പരമ്പര തന്നെയാണ്. മൊസാദിന് വലിയ രീതിയിലുള്ള പ്രഹരമേൽപ്പിച്ചുകൊണ്ടുള്ള സൈനിക നടപടികൾ യഹ്യാ സരിയുടെ നേതൃത്വത്തിൽ യമനിൽ നിന്നും ഹൂതി വിമതർ നടത്തുകയാണ്. നമുക്കറിയാം, പൊതുവെ ദുർബലരായ ഹമാസിനെ കീഴടക്കി എല്ലാം നേടി എന്ന് അഹങ്കരിച്ച നെതന്യാഹുവിൻ്റെ സൈനിസ്റ്റ് ഭരണകൂടം തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ ഊറിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഖമനേയിയുടെ ഉറ്റ ചങ്ങാതിയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരവധിയായ സൈനിക സഹായങ്ങളും മറ്റും നൽകിയതോടെ ഖമനേയിയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ഇതിൻ്റെ കൂടെയാണ് സുരക്ഷാ സമിതിയിലെ നീക്കങ്ങൾ ഉൾപ്പെടെ ഖമനേയിക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് കൃത്യമായൊരു ഇൻഷുറൻസ് പോലെയാണ് റഷ്യയുടെ കടന്നുവരവ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സമ്പുഷ്ടീകരണം തുടരുക തന്നെ ചെയ്യുമെന്നും അവർ ആയുധ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാലും അത് ഏതൊക്കെ രീതിയിലായിരിക്കും വിന്യസിക്കുക എന്നുള്ളത് റഷ്യക്ക് ഉറപ്പുണ്ട് എന്നും വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഫോർദോയിലും ഇസ്ഫഹാനിലും ഒക്കെ ഇനി റഷ്യയുടെ കൂടി സഹായത്തോടെ ആയിരിക്കും സമ്പുഷ്ടീകരണം, എൻറിച്ച്മെൻറ്റ് നടക്കുക. യുറേനിയം എൻറിച്ച്മെൻറ്റ് 98% ആകുമ്പോഴാണല്ലോ ആണവായുധ രീതിയിലേക്ക് സജ്ജീകരിക്കാൻ പ്രാപ്തി നേടുന്നത്. ഇറാൻ വൈകാതെ തന്നെ ആ യാഥാർത്ഥ്യം പൂർത്തീകരിക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് റഷ്യയും നിലവിൽ കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. റഷ്യയും ഇറാനും തമ്മിൽ പുതിയ ഉഭയകക്ഷി ഉടമ്പടികളിലേക്ക് നീങ്ങുമ്പോൾ ഇസ്രയേലിൻ്റെ ഒരു രീതിയിലുള്ള ബുദ്ധിയും ചിലവാകുന്നില്ല. മൊസാദിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളേറെയാണ്. ഹമാസിനെ തകർത്തു, ഫലസ്തീനെ ഒരിക്കലും സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന ഇസ്രയേലിൻ്റെ ഗീർവാണമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹമാസിൻ്റെ ശക്തി ഇല്ലെങ്കിലും ഫലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയെ പ്രതിരോധിക്കാൻ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങൾക്ക് കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റഷ്യയുടെയും ചൈനയുടെയും ഏറ്റവും ഒടുവിൽ ഫ്രാൻസിൻ്റെയും നിലപാടിൽ വന്ന വ്യതിയാനങ്ങൾ. ഇസ്രയേലിന് ഇനി അധിക നാൾ ഈ വംശഹത്യയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്കറിയാം, ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയുമാണ് കേന്ദ്രീകരിച്ച് ഇസ്രയേൽ തകർക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയായിരുന്നോ അഡോൾഫ് ഹിറ്റ്ലർ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ജൂതരെ കൊന്നുതള്ളാൻ അവരെ കൃത്യമായി വിഷവാതകം ശ്വസിപ്പിച്ച് അവരെ കൊന്നുതള്ളിയത്, അതേ രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായി ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, നിലവിൽ 62,000 ആ എണ്ണസംഖ്യ, 62,000 നിരപരാധികളുടെ ജീവൻ എടുത്ത വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന പൈശാചിക ബുദ്ധിയുള്ള ഈ വ്യക്തി. കൃത്യമായി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കൊപ്പം അഹോരാത്രം പോരാടാൻ റഷ്യൻ ഫെഡറേഷൻ കൂടി ഇറങ്ങിയിരിക്കുന്നു. ഇനിയാണ് കളി കാര്യമാകാൻ പോകുന്നത്.